HF ഒരു കോമ്പിനേഷൻ. അത് നമുക്ക് ഡ്രീമിൽ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ സ്വിസ് ബ്രൗണും ജേഴ്സിയും കൊണ്ടുവരാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം പരൂരുള്ള വിഷ്ണു VS ഡയറി ഫാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയും നമുക്ക് എല്ലാ ആഴ്ചയും വരുന്നത് പോലെ നല്ല പശുക്കൾ വന്നിട്ടുണ്ട്. കറവ പശുക്കളും അതുപോലെ ചെനപ്പശുക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഈ വീഡിയോ നല്ല പശുക്കളുടെ ലക്ഷണങ്ങളും പശുക്കളുടെ രോഗങ്ങളെ കുറിച്ചും അതുപോലെ നമ്മുടെ പശുക്കളുടെ വിശേഷങ്ങളെ കുറിച്ചുമുള്ള വീഡിയോ ആണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസുകളും അല്ലെങ്കിൽ പുതിയ ലോഡ് പശുക്കൾ വിടുമ്പോഴും നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊല്ലം പരൂരുള്ള വിഷ്ണു VS ഡയറി ഫാമിൽ എപ്പോഴും എന്നും വരുന്നത് പോലെ തന്നെ ഈ ആഴ്ചയിലും നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ വന്നിട്ടുണ്ട്. മാത്രവുമല്ല, എനിക്ക് എല്ലാ കർഷകരുടെ ഒരു കാര്യം പൊളൈറ്റ് ആയിട്ട് പറയാനുണ്ട്. വളരെ പൊളൈറ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ പശുക്കളെ വന്ന് നിങ്ങൾ കാണും, ഇഷ്ടപ്പെടും, ഓക്കെ. നിങ്ങൾക്ക് 1-2 ദിവസമൊക്കെ ഞാനൊരു പശുവിനെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം ഒരാഴ്ച കൂടുതൽ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ലോഡ് വരാനുള്ളതാണ്. അപ്പൊ ഒരാഴ്ച കൂടുതലൊന്നും പശുക്കളെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്കിവിടെ ലേബേഴ്സ് ഇല്ല, പണിക്കാരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ഈ പശുക്കളെ ഇവിടെ നിർത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പശുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ കൊണ്ടുപോകാം, പൈസ ഒന്ന് കൊണ്ടുപോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ 1-2 ദിവസം, അതിൽ കൂടുതൽ ഞാൻ പശുക്കളെ നിർത്തത്തില്ല. അത് പറയാൻ കാരണമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് പശുക്കൾ സെയിലായി. അവസാനം വന്ന 2 പശുക്കൾക്ക് ആൾക്കാർ അഡ്വാൻസ് ചെയ്തിട്ട് പിന്നീട് ഒരു 2 ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് ഒരാഴ്ചയൊക്കെ കിട്ടും. അപ്പൊ അതെനിക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. പശുക്കളെ വേണ്ടവർ അപ്പോഴേ തന്നെ കൊണ്ടുപോവുക. ഈ 2 ദിവസത്തിൽ കൂടുതൽ ഇപ്പൊ കൊല്ലം പരൂരുള്ള വിഷ്ണു VS ഡയറി ഫാമിൽ പശുക്കളെ നിർത്തില്ല. അതപ്പോ ആദ്യമേ ഞാൻ തുടക്കത്തിലേ പറയുകയാണ്. അപ്പൊ എല്ലാ ആഴ്ചയും വരുന്നവർക്ക് തന്നെ ഈ ആഴ്ച നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ്. അപ്പൊ ഈ ആഴ്ച വന്ന നല്ല സുന്ദരിയാണ്. സുന്ദരി എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ഈ ഇനം പശു എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇനമാണ്. കാരണം ചുള്ളിക്കൊമ്പ് എന്ന് പറയും. കാരണം ഇത് നാട്ടിലെ പശുവാണ്. മാത്രവുമല്ല, ഇതിന്റെ സ്കിന്നിന്റെ തോൾക്കെട്ടി, അതുപോലെ എത്ര പ്രസവമായാലും ഇതിന്റെ ഈ ബ്രെഡ്ത്ത്, ഈ കൊമ്പിന്റെ കനം, ഈ ഒരു കനം കൂടത്തില്ല, ബ്രെഡ്ത്ത് കൂടത്തില്ല. ഇതേ രീതി നിൽക്കും. ചുള്ളിക്കൊമ്പെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വള്ളിക്കൊമ്പെന്ന് പറയും. ഈ ഇനം പശുക്കൾക്ക് ധാരാളം പാലാണ്, നല്ല പാല് കിട്ടും. അതുപോലെ കറവയില് നമുക്ക് തോക്കത്തതേ ഇല്ല. നല്ല അട്ടഹാസമായിട്ടുള്ള മടിയും നല്ല പാൽഞ്ഞരമ്പും ഒക്കെ ഉള്ള പശുവാണ്. അപ്പൊ ഇതുപോലെ സെയിലായിരിക്കുന്നത് ഇരവിപുരത്തിലേക്കാണ് കേട്ടോ. ഇരവിപുരത്തിലേക്ക് സെയിലായി. ഇന്നലെ പ്രസവിച്ചതേ ഉള്ളൂ. നല്ല ആരോഗ്യമുള്ള പശുവാണ്. അപ്പൊ ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ കൊല്ലം ജില്ലയിൽ നമ്മുടെ പരവൂര് മാവിൻമൂടിനടുത്തുള്ള വിഷ്ണു VS ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലേക്ക് വരാനുള്ള റൂട്ട് പലരും ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പിനകത്ത് നമ്മുടെ മാപ്പ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം ഒരു വീഡിയോ എന്റെ ഫാമിലേക്ക് വരാനുള്ള വഴി വരുന്നുണ്ട്. ഇപ്പൊ കൊല്ലം പരവൂര് സെയിൽ കച്ചവടമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഫാമുകളൊന്നും ഇല്ല. ഇവിടെയൊക്കെ നിങ്ങൾ സമീപ പ്രദേശത്ത് അന്വേഷിക്കുമ്പോൾ ചെറിയ ചെറിയ മിനിയേച്ചർ ഫാമുകളാണ്, 2, 3, 5, 10 പശുക്കളെ വളർത്തുന്ന. അവിടെയല്ല, ഇപ്പൊ കൊല്ലം വിഷ്ണു VS ഡയറി ഫാമിൽ തന്നെ എത്തി പശുക്കളെ എടുക്കാൻ മാക്സിമം നോക്കുക. ഈ ആഴ്ചയിൽ വന്ന നല്ല ജൈന്റ് ആയിട്ടുള്ള ഒരു പശുവാണ്. ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. സ്വിസ് ബ്രൗണിന്റെ HF ഒരു കോമ്പിനേഷൻ.
അത് നമുക്ക് ഡ്രീമിൽ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ സ്വിസ് ബ്രൗണും ജേഴ്സിയും കൊണ്ടുവരാറുണ്ട്, അതുപോലെ സ്വിസ് ബ്രൗണും സിന്ധി ക്രോസും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് HF ഉം സ്വിസ് ബ്രൗണിന്റെ ക്രോസ്. കാരണം പാലിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. നല്ല നമ്പർ 1 ആണ് സ്വിസ് ബ്രൗണ്. HF പോലുള്ള നീണ്ട കറവ കിട്ടുകയും ചെയ്യും, പാല് അത്യാവശ്യം കൂടുതൽ കിട്ടുകയും ചെയ്യും. സ്വിസ് ബ്രൗണിന്റെ കണക്ക് തന്നെ പാലിന് അത്യാവശ്യം നല്ല SNF, ഫാറ്റ്, റീഡിങ് ഒക്കെ ഉള്ള നല്ലൊരു പശുവാണ്. രണ്ടാമത്തെ ലാക്ടേഷൻ ഏകദേശം എന്റെ ചെസ്റ്റോളം ഹൈറ്റും അതുപോലെ തന്നെ ഇടനീളവും വരുന്ന നല്ലൊരു പശുവാണ്. ഈ സെക്കൻഡ് ലാക്ടേഷൻ എന്ന് പറയാൻ കാരണമുണ്ട്. മൊത്തത്തിൽ 8 പല്ലാണ്, 6 പല്ലാണ് ഡോമിനന്റ് ആയിട്ടുള്ളത്, 2 പല്ല് മുളപ്പല്ലാണ്. പിന്നെ വെറുതെ വന്ന് ഈ താഴെ വന്ന് കമന്റ് ഇടുന്നവർക്ക് പലതും കമന്റ് ഇടാലോ. കാരണം ഈ ബൗണ്ടറിയിൽ ഇരുന്ന് കളി കാണാൻ നല്ല രസമാണ്, ഗോൾ അടിക്കുന്നതാണ് വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എനിവേ എനിക്കതൊന്നും പ്രശ്നമല്ല. നമ്മൾ കൊണ്ടുവരുന്ന പശുക്കളുടെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ മെയിൻ ആയിട്ട് നോക്കും. തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ എടുക്കുമ്പോൾ അവരുടെ ബ്രീഡ് ക്വാളിറ്റിക്കാണ് ഞാൻ മെയിൻ ആയിട്ടും പ്രിഫറൻസ് കൂടുതലും കൊടുക്കാറുള്ളത്. കാരണം ബ്രീഡ് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തോരം തീറ്റ കൊടുത്തിട്ടും പാല് കിട്ടണമെന്നില്ല. പിന്നെ ഇതിന്റെ അമ്മ പശു അല്ലെങ്കിൽ ഇതിന്റെ പേരൻസിന് എന്തോരം പാല് കിട്ടിയതാണ്, ഇതെല്ലാം നോക്കും. നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുമ്പോൾ ആ തമിഴ്നാട്ടിലെ വീടുകളിൽ ചോദിക്കും, ഈ പശുവിന്റെ അമ്മ പശു ഇവിടെ തന്നെ നിന്ന പശുവാണോ, അങ്ങനെയാണെങ്കിൽ ആ പശുവിന് എന്തോരം പാല് കിട്ടിയതാണ്. അതുപോലെ നല്ല ഇടനീളം, 2 ചട്ടങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, നല്ല കാമ്പ്, അതുപോലെ നല്ല അകിട്. ഇപ്പൊ അകിട് വലിപ്പമുള്ള പശുവിന് പാല് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതലും ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് പശുവിന്റെ പാൽ ഞരമ്പാണ്, മിൽക്ക് വെയിൻ ആണ്. ഈ മിൽക്ക് വെയിൻ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോണ മിൽക്ക് വെയിൻ ഉണ്ട്. ആ മിൽക്ക് വെയിനിൽ പാല് വലുതായിട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം കൂടുതലും മനുഷ്യരിൽ കാണുന്ന നമ്മുടെ കാലിന്റെ തുഴയിൽ കാണുന്നത് വെരിക്കോസ് വെയിൻ വരുന്നത് പോലുള്ള പാൽഞ്ഞരമ്പായിരിക്കണം പശുക്കൾക്ക് വേണ്ടത്. അങ്ങനെയുള്ള പശുക്കളെ ഞാൻ എന്തോരം കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടോ ആ പശുക്കൾക്കെല്ലാം നല്ല കറവയാണ്. നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ ഒരു യഥാർത്ഥ ഒരു കർഷകൻ ഈ പശുവിനെ കാണുമ്പോൾ അറിയാം എന്തോരം പാല് കിട്ടുമെന്ന്. പിന്നെ തമിഴ്നാട് പശുക്കൾ അസുഖക്കാരികളാണല്ലോ എന്ന് ചോദിക്കുന്ന പൊട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, തമിഴ്നാട്ടിലെ അസുഖക്കാരിയായിട്ടുള്ള ഒരു പശുവാണെങ്കിൽ ഈ ഒരു പശുക്കുട്ടി വളർന്ന് എങ്ങനെ പശുവായി ഇത് ചെനയായി പൂർണ്ണമായി? അപ്പം പൊട്ടത്തരങ്ങൾ പറയാതിരിക്കുക. യാത്രയിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കൊണ്ടും അല്ലെങ്കിൽ മൂട്ട പോലുള്ള ഈ പരാത സാധനങ്ങളിൽ നിന്നുമാണ് ഈ തൈലേറിയ കൂടുതൽ സ്പ്രെഡ് ആവുന്നത്. തൈലേറിയയുടെ സോഴ്സ് എന്ന് പറയുന്നത് ട്രാവലിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ്. ക്ലൈമറ്റ് സ്ട്രെസ് ഒക്കെ ഉണ്ട്, അതുപോലെ വാക്സിനേഷൻ സ്ട്രെസ്സും, അങ്ങനെ പല പല സ്ട്രെസ് ഉണ്ട്. എങ്കിലും കൂടുതലും യാത്രയിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് ഇവർക്ക് തൈലേറിയ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ തൈലേറിയ ഉണ്ടാവുന്ന പശുക്കളുടെ സിംറ്റംസ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് പശുക്കളെ കൊണ്ടുപോയതിനു ശേഷം നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ബ്ലഡ് റിപ്പോർട്ട് നിങ്ങൾ അടുത്തുള്ള വെറ്റിനറി സർജനുമായിട്ട് നിങ്ങൾ കാണിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കർഷകർക്ക് യാതൊരു നഷ്ടവും വരാറില്ല. തമിഴ്നാട് പശുക്കൾക്കേ പാലുള്ളൂ. കേരളത്തിൽ എവിടെയാണ് പശുക്കൾ ഇരിക്കുന്നത്? കേരളത്തിൽ എവിടെയും പശുക്കളില്ല. പശുക്കൾ ഉള്ളതെല്ലാം തമിഴ്നാട് ഭാഗത്താണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ പശുക്കളെല്ലാം നാട്ടിലേക്ക് വരുന്നത്. ഇപ്പൊ സ്കീമിന് തന്നെ എന്തോരം ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവർക്ക് തന്നെ പശുക്കളെ ഞാൻ ഇവിടുന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും 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 പരിചയത്തിന്റെ പുറത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്കും. പിന്നെ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ പലതും പറയാം, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ നല്ല പശുക്കളെ വേണ്ടവർ കൊല്ലം ജില്ലയിൽ പരവൂരുള്ള വിഷ്ണു VS ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഒരുപാട് വീട്ടമ്മമാരും ചേട്ടന്മാരും ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വിഷ്ണു ഞങ്ങൾക്ക് ഈ വലിയ പശുക്കളെയൊക്കെ മേടിക്കാനുള്ള സാമ്പത്തികമില്ല, ഞങ്ങൾക്ക് ചെറിയ പശു മതി, ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള പാല് അതുപോലെ ലോക്കൽ സപ്ലൈക്ക് കൊടുക്കാനുള്ള പാലിനൊക്കെ ആവശ്യമുള്ള ഒരു പശുവിനെ വേണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയുള്ളവരെ പ്രതീക്ഷിച്ചാണ് ഈ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല ഞാനും ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന സമയത്ത് വലിയ 1 ലക്ഷത്തിന്റെയൊക്കെ പശുക്കളെ മേടിച്ചല്ല ഈ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലുള്ള ഇടമട്ടം പശുക്കളാണ് എനിക്ക് ലാഭം തന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഇങ്ങനെയുള്ള പശുക്കളാണ്. അപ്പൊ ഇത് നല്ല ഒരു പശുവാണ്. അങ്ങനെ നോക്കുന്നവർക്ക്, അങ്ങനെ പശുവിനെ മേടിച്ച് വളർത്താൻ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഇനം പശുവാണ്. ജേഴ്സിയുടെ ക്രോസ് ആണ്. തമിഴ്നാട് മോഡലിനകത്ത് ജേഴ്സിയുടെ ക്രോസ് കയറിയിട്ടുള്ള നല്ല ഒരു പശുവാണ്. തീറ്റയും കൂടിയാണെങ്കിലും സ്വഭാവമാണെങ്കിലും ആർക്ക് വേണമെങ്കിലും, കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും അകിടിൽ പോയി തൊടാനും പിടിക്കാനും ഒക്കെ പറ്റും. ഇത് ലോഡ് കൊണ്ട് ഇറക്കി ഇന്നലെ പ്രസവിച്ചതേ ഉള്ളൂ. കാളക്കുട്ടിയാണ്. നല്ലൊരു ചെറിയ പശു കേട്ടോ. നല്ല ആരോഗ്യവും നല്ല കളറും, ഏകദേശം ബ്ലാക്കും ഒരു ബ്രൗൺ കളറോട് ഷെയ്ഡ് കയറിയിട്ടുള്ള നല്ലൊരു അടിപൊളി പശുവാണ്. അപ്പൊ അത് മാത്രമല്ല പശുവിന്റെ പ്രത്യേകം പറയുന്നത് ചെറിയ കൊമ്പ, നല്ല വൈറ്റ് ഷെയ്ഡ് കയറിയിട്ടുള്ള കൊമ്പ്. അപ്പൊ തെറ്റില്ലാത്ത പാൽഞ്ഞരമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തെറ്റില്ലാത്ത പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ല ഏകദേശ ഗുണങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പശുവാണ്. അപ്പൊ ഇതിനെ മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ കൊല്ലം പരവൂരുള്ള വിഷ്ണു VS ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൊല്ലം പരവൂരുള്ള വിഷ്ണു VS ഡയറി ഫാമിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പശുവിന്റെ മറ്റ് വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത്. വളരെ മനസ്സിന് അനുഭൂതി തരുന്ന, പുതിയ കർഷകരെ ഈ മേഖലയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള
നല്ല ഒരു അവതരണത്തോടു കൂടിയാണ് പശുവിന്റെ കച്ചവടം രംഗത്തും ഇത്ര വിപുലമായിട്ട് കൊല്ലം പരുള്ള വിഷ്ണു നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ ഇതുപോലെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.